ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നിലവിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു അടി ടൈറ്റും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മൈലേജിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ചെയിൻ ചെറുതായിട്ട് അടിക്കുന്നത്, വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയതായിട്ട് സൗണ്ട് ചെയിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വർക്കിന് വേണ്ടിയിട്ടാണ് കയറ്റിയേക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ഫ്രണ്ട് കോൺസെപ്റ്റ്, അതായത് ഹാൻഡിൽ ബെയറിങ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് മാറണമെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബോൾ റേസറൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആകും. മൊത്തം തുരുമ്പിട്ടൊരു അവസ്ഥയിലേക്കാണ്. ഇതാണ് അതിൻ്റെ റേസർ കിറ്റ്. അപ്പോൾ അത് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. കാരണം ഞാൻ ഓൾറെഡി എൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ടൈറ്റും അടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ മാസ്റ്റർ കിറ്റിൻ്റെയാണ് മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം. ഈ സിലിണ്ടർ മാസ്റ്റർ സെറ്റ് എന്ന് അതിന് പറയാം. ഇത് ഈ കിറ്റേപ്പാടി നമുക്ക് മാറ്റേണ്ടി വരും. കാരണം വെച്ചാൽ ഇത് ശരിക്കും ഒരു പ്രാവശ്യമൊക്കെയാണ് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റിപ്പയറിംഗ് ഒക്കെ ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ചേഞ്ച് ചെയ്തിടാം. കാളിപ്പർ ബ്രാക്കറ്റ്, കാളിപ്പർ അസംബ്ലി നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ പിസ്റ്റൺ സീലൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. പിസ്റ്റണും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. ബ്രാക്കറ്റ് ബൂട്ടൊക്കെ നമുക്ക് മാറ്റി ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ഡിസ്ക് ബ്രേക്ക് ഈ MC കിറ്റ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആയിക്കോളും. തുടക്കം ഒരല്പം കുറവുണ്ടാവും ബ്രേക്ക്. കാരണം നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ എത്ര നോക്കിയാലും നമുക്ക് ചെറിയൊരു എയർ ബബിൾസിൻ്റെ ഉള്ളിൽ നിന്ന് ബ്രേക്ക് ഒരല്പം കുറവായിട്ട് വരുള്ളൂ. അത് വണ്ടി ഓടി 2 ദിവസത്തിനുള്ളിൽ തന്നെ സാധാരണ രീതിയിലേക്ക് ബ്രേക്ക് ആവും. അതായത് വണ്ടി നമ്മൾ പുതിയതെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് തന്നെ ബ്രേക്ക് പെർഫോമൻസ് കറക്റ്റായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ചെയിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. കാരണം നമ്മൾ കഴിഞ്ഞ സർവീസിൽ വന്നപ്പോൾ സസ്പെൻഷൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അഴിച്ച് മാറ്റിയായിരുന്നതാണ്. പക്ഷേ ചെയിന് കാര്യമായിട്ടുള്ള പഴക്കമൊന്നും തോന്നാനില്ല. കമ്പനി ചെയിനൊന്നുമല്ല, ലോക്കൽ ബ്രാൻഡാണ്. പക്ഷേ നമുക്ക് ഇവിടെ ചെറിയൊരു പിടുത്തക്കുറവ് കാണിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ശരിക്കും ആ സൗണ്ട് കാണിക്കുക. അത് നമുക്കിപ്പോൾ വേറെ പുറമേന്നൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സൗണ്ട് ഒരു ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റിയിടാന്നുള്ളതാണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്ത് കളഞ്ഞാലാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് മൈലേജിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞാണേ. അപ്പോൾ നമുക്ക് മൈലേജിന് കാർബറേറ്ററും എയർ ഫിൽറ്റർ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതായത് എയർ ഫിൽറ്റർ പ്ലഗൊക്കെ നമ്മൾ സർവീസിൽ ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ കിട്ടാനാണ്. കാർബറേറ്റർ അസംബ്ലി നമ്മൾ അഴിച്ചിട്ടില്ല. അപ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. നിലവിൽ നമുക്ക് വണ്ടി 68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 68,799 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമ്മളുടെ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 30,000 കിലോമീറ്ററിൽ എഞ്ചിൻ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണമെന്നുള്ളതാണ്. അതായത് എഞ്ചിൻ്റെ ഉള്ളിൽ കരി വരുമ്പോഴത്തേക്കും വാൽവ് കൃത്യമായിട്ട് അടയാണ്ട് വരും, കംപ്രഷൻ ലീക്കേജ് വരും, അങ്ങനെ മൈലേജ് കുറയും. അത് നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ച് ചെയ്യേണ്ട വർക്കാണ്. തൽക്കാലം നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി 68,000 കിലോമീറ്റർ ആയേക്കണാണ്. ഇനിയിപ്പോൾ അഴിക്കണ സമയത്ത് കറക്റ്റായിട്ട് ചെയ്തു പോകുകയാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളിപ്പോൾ അഴിക്കണ സമയത്ത് സിലിണ്ടറിലൊക്കെ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാമത് അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ അതേ പൊസിഷനിലായിരിക്കില്ല കയറുക. നമ്മൾ അഴിച്ചിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും 1 mm വ്യത്യാസത്തിൽ വരും. കറക്റ്റ് സെറ്റിങ്ങിലായിരിക്കണമെന്നില്ല. കാരണം ഞാൻ പിസ്റ്റൺ റിങ്സിൻ്റെ പൊസിഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ അത് വന്ന സമയത്ത് നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന രീതിയിൽ ചിലപ്പോൾ പുകയുടെ പ്രശ്നം, ഓയിൽ ലെവൽ കുറഞ്ഞുകൊണ്ട് കംപ്ലൈൻ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമുക്ക് പുറമേ നിന്ന് മാക്സിമം മൈലേജ് എടുക്കാവുന്ന രീതിയിൽ കിട്ടാവുന്ന രീതിയിലുള്ള റിപ്പയറിങ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്ലീനർ ഉപയോഗിച്ച് മാക്സിമം നല്ല ക്ലിയറായിട്ട് ക്ലീൻ ചെയ്യാം. മാക്സിമം പെർഫോമൻസ് എടുക്കുക. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നോക്കാം. അത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൈലേജിൻ്റെ ഷോട്ട് നല്ല രീതിയിൽ കുറവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും വേണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടിട്ട് നമുക്ക് കറക്റ്റ് ട്യൂണിങ്ങിൽ നിർത്താം. എന്നിട്ട് വണ്ടി ഓൾറെഡി നമുക്ക് റോഡ് ടെസ്റ്റ് കൂടി നടത്താം. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് റിപ്പോർട്ട് തരാം എത്രയാണ് മൈലേജ് വണ്ടിക്ക് കിട്ടണമെന്നുള്ള ദിവസം. പിന്നെ നമുക്ക് ജസ്റ്റ് ഞാൻ വണ്ടി ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്ന് ലീക്കേജ് കാണുന്നുണ്ട്. അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് പോകട്ടോ. കാരണം എഞ്ചിൻ ഹെഡിൻ്റെ ഇവിടെ ഗ്യാസ്കറ്റ് ചെറിയൊരു ലീക്കേജ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഓയിൽ ലീക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതൊന്ന് കൈയോടെ ക്ലിയർ ചെയ്തിടാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു നനവ് ലീക്ക് നിൽക്കണുണ്ട്. ഈ സൈഡിൽ ഓയിലിങ്ങനെ ചാടുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അതതിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ആ ഭാഗത്തൊരു ലീക്കേജാണ് കാണുന്നത്. ന്യൂട്രൽ സ്വിച്ചിൻ്റെ ആണെന്ന് തോന്നുന്നത്. നമുക്ക് ആ സൈഡിലൊന്ന് അഴിച്ച് നോക്കിയേക്കാം എന്തെങ്കിലും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ സ്പോക്കറ്റ് ഷാഫ്റ്റിൻ്റെ സൈഡിലുള്ള ഓയിൽസിൽ പോയണമായിരിക്കാം. എന്തായാലും അതും കൂടി ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ചെയിൻ കൊടുത്താണ് ഓയിൽ വന്നേക്കുന്നതുമായിരിക്കാം. എന്തായാലും അതൊന്ന് കൺഫേം ചെയ്തേക്കാം. ഹെഡിൻ്റെ ലീക്കേജ് ഗ്യാസ്കറ്റ് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ.
അപ്പോൾ മൈലേജ് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമം വർക്ക് ചെയ്ത് തരാം. മാക്സിമം ചെക്ക് ചെയ്തതിൻ്റെ കണ്ടീഷനും പറയാം. പിന്നെ മൈലേജ് വളരെ ഷോർട്ടായിട്ടാണെങ്കിൽ എഞ്ചിൻ ഹെഡ് ക്ലീൻ ചെയ്താലാണ് ആവുള്ളൂ കേട്ടോ. മൈലേജ് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. പുറമേ നിന്ന് ചെയ്യാവുന്ന മാക്സിമം എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യാം. എഞ്ചിൻ്റെയും കാർബറേറ്ററിൻ്റെയും ആണ്, ഇപ്പോൾ സിലിണ്ടർ ഹെഡിൻ്റെയും കാർബറേറ്ററിൻ്റെയും ആണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. കാർബറേറ്ററിൻ്റെ താരതമ്യേന കാലക്രമേണ ട്യൂണിങ് കൃത്യമായിട്ട് വരാത്ത കണ്ടീഷനിലൊക്കെ മൈലേജ് ഷോർട്ടായി പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കാർബറേറ്റർ റീപ്ലേസ്മെൻറ്റാണ് പറ്റുള്ളൂ. സിലിണ്ടർ ഹെഡിൻ്റെ പ്രോബ്ലം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനാണ് പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും അത് നമുക്ക് കോസ്റ്റ്ലിയാണ് രണ്ടും. അത് തൽക്കാലം നമുക്ക് റിപ്പയറിംഗ് ആയിട്ട് നോക്കാം. സിലിണ്ടർ ഹെഡ് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യുന്നില്ല. കാർബറേറ്റർ മാത്രം ഒന്ന് അഴിച്ച് ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ട്യൂണിങ്ങിലാക്കിയിട്ട് റോഡ് ടെസ്റ്റ് നടത്തി നോക്കാം. അപ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എന്തായാലും കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മളിപ്പോൾ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. ഏകദേശം എത്ര ചിലവ് വരും എന്നുള്ളത്. ഡിസ്ക് ബ്രേക്കും MC സബ്ബൊക്കെ ഉള്ളതുകൊണ്ടാണ്, ചെയിൻ സ്പോക്കറ്റൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ടാണോ നമുക്കതനുസരിച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വർക്ക് കേട്ടോ.